ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വസുന്ധര നിധിയെ കൊല്ലാനാണ് സിൽക്കേസിയെ കാണാൻ പോയതെന്ന സത്യം ഗൗതമിനോട് തുറന്നു പറയുമ്പോൾ ഗൗതമിന് അത് കേട്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ. നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. എൻ്റെ ഇഷ്ടാനക്കേട് മനസ്സിലാക്കാൻ നിങ്ങൾ ഒരു അമ്മയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ ഞാൻ എന്തിനു നിങ്ങൾക്കൊപ്പം നിൽക്കണം? എൻ്റെ സ്നേഹം നിധിയാണ്, എൻ്റെ ജീവൻ നിധിയാണ്, എൻ്റെ പ്രാണവായു നിധിയാണ്. നിധിയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. ഇനി എനിക്ക് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറയട്ടോ. വാ നിധി എന്ന് പറയുമ്പോൾ പാറു, മോനെ, വസു ചെയ്ത കുറ്റത്തിന് നീ എന്നെ എന്തിനാ ശിക്ഷിക്കുന്നത്? എൻ്റെ മോന് പോവരുത്. അതൊക്കെ കണ്ട് ശിവാനിക്ക് സന്തോഷമാവാനേട്ടാ. ഉടൻ തന്നെ നിധി പറയണേ, ഇല്ല അമ്മേ, ഞങ്ങൾ പോവാണ് എന്ന് പറയണ്ട. അപ്പോഴേക്കും വസുന്ധര, മോനെ, ഞാൻ നിന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഇവളോടല്ലേ ചെയ്തത്. അതിന് നീ എന്തിനാ മോനെ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്? ഈ അമ്മക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് വസുന്ധര പറഞ്ഞോടെ തന്നെ ഇവിടെ ഗൗതം പറയണേ, നിങ്ങൾ എൻ്റെ ഭാര്യയാണ് കൊല്ലാൻ ശ്രമിച്ചത്, അതുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന വീട്ടിൽ എനിക്ക് പേടിയാണ്. അപ്പോൾ ഉടൻ തന്നെ നിധി പറയണേ, ഞാൻ പോവാണ് അമ്മ എന്ന് പറയട്ടോ. അങ്ങനെ നിധിയെയും കൊണ്ട് അവിടെ നിന്നും ഗൗതം ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ പറയുന്നുണ്ട്, പൊന്നുമോളെ നീ പോവരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വസുന്ധരയും പറയാതെ പറയുന്നുണ്ട് പോവരുത് എന്നിങ്ങനെ അപേക്ഷിക്കുന്നത് പോലെ അപേക്ഷിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ശിവാനി വളരെ സന്തോഷവതിയാണ്. എൻ്റെ നാടകത്തിൽ എന്തായാലും വസുന്ധരാൻ്റെ കുടുങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ ഈ വീട് വിട്ട് ഇറങ്ങുന്ന ആ സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം ശിവാനി ഇടയ്ക്ക് കയറി സംസാരിക്കാൻ, ഇവരെ ഇറങ്ങാൻ ധൃതി കൂട്ടുന്നത് എന്താണെന്നറിയോ? ATM പല കാർഡുകളും ഇവന്റെ കൈകളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ നിൽക്കുന്ന ഗൗതമിനെ എന്തും യൂസ് ചെയ്യാലോ, അതുകൊണ്ട് ഇവർക്ക് തന്നിഷ്ടത്തിന് ജീവിക്കാലോ. അത് കേട്ട ഉടനെ ഗൗതം പറയണേ, ഈ എന്താടി വിചാരിച്ചിരിക്കുന്നത്? ഈ സാമ്രാജ്യങ്ങളെല്ലാം കെട്ടിപ്പടുത്തുണ്ടാക്കിയത് ഈ ഗൗതമാണ്, ഈ ഗൗതമിന്റെ സ്വത്താണ്. അത് കേട്ട ഉടനെ ശിവാനി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം പറയണേ, എന്നാലും നീ പറഞ്ഞത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഞാനൊരു ദത്തുപുത്രനായി വന്നതല്ലേ, എന്നെ ഈ നിലയിൽ എത്തിച്ച, അതുകൊണ്ട് എന്നെ ഈ നിലയിലാക്കിയവരോട് എനിക്കൊരു കടപ്പാട് ഇതുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കൊരു സ്വത്തം വേണ്ട, എനിക്കൊരു ഒന്നും വേണ്ട, എല്ലാം അഴിച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്നും നിധിയും ഗൗതമും ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ പാറു വീണ്ടും, പോലെ മോനെ, ഈ അമ്മക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അമ്മയുടെ 2 മക്കളുണ്ട്, ആ 2 മക്കളുടെ കൂടെ അമ്മ ജീവിക്കുക. അമ്മയുടെ മകനല്ലല്ലോ ഞാൻ. യാഥാർത്ഥ്യം അമ്മ മനസ്സിലാക്കണം. അമ്മ എന്നെ ദത്തെടുത്തില്ല, എന്നെ കണ്ടുമുട്ടിയില്ലെങ്കിൽ അമ്മ ആരുമായി സ്നേഹിക്കും? ഈ പറയുന്ന യാമിനെയും പ്രണവിനെയല്ലേ സ്നേഹിക്കുക? ഞാനെന്ന് പറയുന്നത് ഒരു ദത്തുപുത്രനല്ലേ? എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പാറു പറയുന്നുണ്ട്. അപ്പോൾ വസുന്ധരക്ക് സങ്കടമാവാണ്. നീ ഇങ്ങനെയൊന്നും പറയാതെ മോനെ എന്ന് വസുന്ധര പറയുമ്പോൾ, നിധി നീ വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് നിധിയെ വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോൾ പാറു പറയണേ, നിധി നീയെങ്കിലും ഒന്ന് പറ, ഈ അമ്മയുടെ സ്നേഹം എത്ര മാത്രമാണ്? ഇവനെ ദത്തുപുത്രൻ എന്ന് ഇവനെ പറയുന്നു, പക്ഷെ ഞാൻ ഇവനെ വളർത്തിയത് എൻ്റെ സ്വന്തം മോനായിട്ടാണ്. അപ്പം നിധി പറയണേ, അമ്മേ, എനിക്ക് നീ ഇവിടെ നിൽക്കാൻ പേടിയാണ്, എനിക്കും ജീവിക്കണമെന്ന് കൊതിയുണ്ട്, ജീവന് പേടിയുണ്ട്. എനിക്ക് കൊട്ടേഷൻ കൊടുത്ത ഈ ആൻറ്റിയുടെ കൂടെ ഇനി എനിക്ക് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഗൗതം പറയുന്ന എന്ത് അത് ഞാൻ കേൾക്കുന്നു. പല വേദനകളും യാതനകളും ഞാൻ സഹിച്ചു, ഇനി എനിക്ക് സഹിക്കാൻ കഴിയില്ല അമ്മേ, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഗൗതമിൻ്റെ കൂടെ പടിയിറങ്ങുമ്പോൾ വസുന്ധര ആകെ കുഴഞ്ഞു വീഴണിട്ടോ. ഈ സമയം ശിവാനിയാണെങ്കിൽ ആഹാഹാ, എന്തൊരു നല്ല കാഴ്ച, എന്തൊരു രസം. ഞാൻ നടത്തിയ നാടകം, ജ്യോതിർമായി പറഞ്ഞ ഈ നാടകം, CKC പറഞ്ഞ ഈ നാടകം, അതിലെന്തായാലും വസുന്ധര കുടുങ്ങി. വസുന്ധരക്ക് വാ തുറക്കാൻ കഴിയുന്നില്ല. ഗൗതം പടിയിറങ്ങി, നിധിയും പടിയിറങ്ങി. ഞാൻ ഉദ്ദേശിച്ചതുപോലെ നിധിയെ പടിയിറക്കാൻ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന വസുന്ധരയ്ക്ക് ഗൗതം എന്ന മകനെയും ഞാൻ നഷ്ടപ്പെടുത്തി എന്ന സന്തോഷത്തിൽ ശിവാനി നിൽക്കുന്നു കേട്ടോ. ഇതേ സമയം നടുറോഡിലൂടെ ഇങ്ങനെ ഗൗതമും നിധിയും ഒന്നും എടുക്കാതെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പാറു പിറകിൽ വന്ന്, പൊന്നുമോനെ, ഈ അമ്മക്ക് നീ ഇല്ലാതെ കഴിയില്ലടാ, ഇനിയില്ലെങ്കിൽ ഞാൻ മരിക്കും എന്നൊക്കെ പറയുമ്പോൾ, അമ്മേ, എൻ്റെ പിറകെ വരരുത്, അമ്മ ഒരിക്കലും എൻ്റെ കൂടെ വരരുത്. കാരണം അമ്മയ്ക്ക് വേറെ 2 മക്കളുണ്ട്, അവരുടെ കൂടെ അമ്മ ജീവിക്കുക. ഞാൻ ദത്തുപുത്രനാണ് മോനെ, നീ എങ്ങനെയൊന്നും പറയാതെ, ഈ അമ്മ നീ ഇല്ലെങ്കിൽ മരിക്കത്തുള്ളൂ. അത് അമ്മയുടെ തോന്നലാണ്. അമ്മ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഇനി എനിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. എന്താടാ നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെ പറയല്ലട, ഈ അമ്മക്ക് സഹിക്കില്ലട, നീ എൻ്റെ കൂടെ വാ നിധി, നീ എന്താ ഇങ്ങനെ? അപ്പം നിധി പറയണ, ഗൗതം, പാറുവിൻ്റെ സങ്കടം കാണാൻ വയ്യ, നിധി ഗൗതം നീ വാ എന്ന് പറയുമ്പോൾ, നിധി ഇപ്പം കിട്ടിയതൊന്നും പോരെ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിന്നെ കൊല്ലത്തുള്ളൂ. ഉടൻ തന്നെ പാറു പറയുന്നുണ്ട്, വസു ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. വേണ്ട അമ്മേ, അമ്മക്ക് എത്ര നോക്കാൻ കഴിയും? അമ്മ അറിയാത്ത കാര്യങ്ങളല്ലേ ഇപ്പം അമ്മക്ക് മുന്നേ ഞങ്ങൾ വെളിപ്പെടുത്തിയത്. ഇതിപ്പോൾ അമ്മ അറിഞ്ഞിരുന്നോ? ഈ നിമിഷവും എന്നോട് സ്നേഹമുണ്ടായിട്ട് അവരെന്താ ചെയ്യുന്നത്? എനിക്കൊപ്പം നിൽക്കുന്നവരൊക്കെ തകർക്കാൻ നോക്കില്ല. അതുകൊണ്ട് ഞാനില്ല ഇനി ആ വീട്ടിലോട്ട്. പൊന്നു മോനെ, ഇനി അങ്ങനെയൊന്നും പറയല്ലേ, ഈ അമ്മ മരിക്കത്തേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, അമ്മേ, അങ്ങനെയൊന്നും പറയാതെ അമ്മ പ്രണവും യാമിനിയുമായി സുഖമായി ജീവിക്കണം. പിന്നെ അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ടോ? എന്താടാ നീ
ചോദിക്കുന്നത്? ഈ പാറുവിന് നീ അല്ലാതെ വേറെ ആരുണ്ട്? ഈ പാറുവിന് ഈ ജീവിതത്തിൽ ഏറ്റവും വലുത് നീയാണ്, ആ സത്യം നീ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ആണല്ലോ, ഞാനാണ് ഈ അമ്മയ്ക്ക് ഏറ്റവും വലുതെങ്കിൽ എന്നെ ജീവനോടെ കാണണമെന്ന് ഈ അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമ്മ എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്താ വേണ്ടത്? എന്നെ പോവാൻ സമ്മതിക്ക്, എന്നെ പോവാൻ സമ്മതിക്ക്. എനിക്കവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നെഞ്ച് പൊട്ടി മരിക്കത്തേ ഉള്ളൂ. അവിടെ എന്നെ സ്നേഹം കൊണ്ട് കൊല്ലുകയാണ് ചെയ്യുന്നത്, സ്നേഹിക്കുകയല്ല, എല്ലാവരും പകപോക്കുകയാണ് ചെയ്യുന്നത്. അതെനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എല്ലാവരും എന്നെ വേദനിപ്പിക്കുന്ന ആ ഒരു സീന് എന്നെക്കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് അമ്മ എന്നെ വിടുമെന്ന് പറയട്ടോ. അങ്ങനെ പാറുവിന് ഗൗതമിനെ വിടേണ്ടി വരികയാണ്. അങ്ങനെ നിധിയെയും കൊണ്ട് ഗൗതമ അങ്ങനെ നടു റോഡിലൂടെ ഇങ്ങനെ പോകുന്നത് കണ്ട് ഇങ്ങനെ നിൽക്കാനേ ഇങ്ങനെ പാറുവിന് കഴിയുള്ളൂ. അങ്ങനെ പാറു പൊന്നു മോനെ, ഞാൻ ഇത്രയും കാലം നിന്നെ വളർത്തിയത് കൈവിട്ട് പോകാനായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് പാറു പൊട്ടിക്കരയുന്നുണ്ട്. ഇതേ സമയം വസുന്ധരയാണെങ്കിൽ പൊട്ടിക്കരയാനായിട്ടാ. അങ്ങനെ വസുന്ധര കരയുന്നത് കണ്ടിട്ട് ഹാ 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 എന്തൊരു ഭംഗി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശിവാനി നിൽക്കുകയാണ്. ഈ സമയം ഇനിയിപ്പോൾ അവരുടെ വിധി എന്താണ്, അവരുടെ സീനിപ്പോൾ എങ്ങനെയാണ്, അവരിപ്പോൾ എങ്ങനെയാണാവോ നിൽക്കുന്നത്? പാറുവിനെ കുറിച്ചാണ് കേട്ടോ ശിവാനി ചിന്തിക്കുന്നത്. ഇവരുടെ കരച്ചിൽ ഇങ്ങനെ, പാറുവിൻ്റെ കരച്ചിൽ ഇങ്ങനെ, അവരെ കാണാൻ എന്താ വഴി, അവരെങ്ങോട്ടാ പോയത് എന്ന് പറയുമ്പോൾ പാറു ഉമ്മറപ്പടിയിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് കാണാനായിട്ടാ. അപ്പോൾ ശിവാനി ഇവരെ ആരെ ആദ്യം സമാധാനിപ്പിക്കണം, 1 2 3 4 5 6 ഇങ്ങനെ കുട്ടികൾ എണ്ണുന്നത് പോലെ ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കാനായിട്ടാ. ഇതിൽ ആദ്യം ആരാണ് ലാസ്റ്റ് എത്തുന്നത് അവരെ ആദ്യം സമാധാനിപ്പിക്കാം, എന്നിട്ട് അടുത്ത ആളുടെ അടുത്തോട്ട് പോവാം എന്ന ആ ഒരു തോന്നലാണ് കേട്ടോ ശിവാനിയുടെ ഉള്ളിൽ വരുന്നത്. അങ്ങനെ ശിവാനി എണ്ണി ലാസ്റ്റ് എത്തുന്നത് വസുന്ധരയുടെ അടുത്താണ്. അപ്പോൾ വസുന്ധര ഇങ്ങനെ കരയാണ്. അപ്പോൾ വസുന്ധര ആൻറ്റി ഇങ്ങനെ കരയാതെ, ആ നിധി കാരണമാണ് ആ ഗൗതം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്, നിധിയുടെ ഒരൊറ്റ പ്ലാനാണ് ഇതിൽ എന്ന് പറയുമ്പോൾ മിണ്ടരുത്, നീയല്ലേ എന്നെ ആ ഗുണ്ടയുടെ അടുത്തോട്ട് എത്തിച്ചത്, നീയല്ലേ സിക്കസിയോട് എൻ്റെ അടുത്തോട്ട് പോകാൻ പറഞ്ഞത്, നീ മിണ്ടരുത്. അത് കേൾക്കുന്ന ശിവാനി ഒന്നും പേടിച്ചു പോവാണ് കേട്ടോ. ഈശ്വര, ഇവർ ശരിക്കും എന്നെ മനസ്സിലാക്കിയോ എന്നുള്ള ആ പേടിയോടുകൂടി, നീ എന്തിനു വേണ്ടിയാണ് ആ ഗുണ്ടയെ കാണാൻ എന്നോട് പോകാൻ പറഞ്ഞത്, നീ എന്തിനു വേണ്ടിയാണ് സിക്കസിയോട് പോകാൻ പറഞ്ഞത്? ഇപ്പോൾ അവള് അത് പിന്നെ ആൻറ്റിക്ക് ഈ പറയുന്ന നിധിയെ ഇഷ്ടമില്ലെന്ന് ആൻറ്റി പലവട്ടങ്ങളായി പറഞ്ഞിട്ടുണ്ട്. ഈ നിധി കാരണമല്ലേ ഇന്നിപ്പോൾ ഗൗതം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ആൻറ്റി എത്രമാത്രം ഗൗതമിനെ സ്നേഹിക്കുന്നുണ്ട്, ആ സ്നേഹമൊന്നും മനസ്സിലാക്കാതെ നിധിയോടുള്ള പ്രണയം മൂത്ത് അവൻ ആൻറ്റിയെ തള്ളിപ്പറഞ്ഞില്ലേ. എത്രയാണെങ്കിലും പെറ്റമ്മയൊക്കെ കൂടുതൽ ആൻറ്റിയെ ഗൗതമിനെ സ്നേഹിച്ചില്ലേ, എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായത്? അപ്പോഴേക്കും വസുന്ധര ഈ ചോദിക്കുന്ന ചോദ്യം അങ്ങ് വിട്ടുപോകാനായിട്ട്, അതായത് നീ കാരണമല്ലേ ഗുണ്ടയിലോട്ട് CKCയിലോട്ട് ഞാൻ എത്തിയത് എന്ന് പറയുന്ന ആ ചോദ്യം വിട്ടുപോകട്ടോ. അതുകൊണ്ട് ആൻറ്റി അവരെ വെറുതെ വിടരുത്. ആൻറ്റി എന്ന് വെച്ചാൽ പ്രാണനെ പോലെ ജീവനെ പോലെ കൊണ്ടു നടന്നതാണ് ഗൗതം. ഇന്നിപ്പോൾ ഗൗതമിനെ ആൻറ്റിയെ കാണുന്നത് തന്നെ വെറുപ്പാണ്, ആൻറ്റിയുടെ ശബ്ദം കേൾക്കുന്നത് തന്നെ വെറുപ്പാണ്. ഇവിടെ നിന്നും ഗൗതം പോയത് നോക്ക്, ആലോചിച്ച് നോക്ക്. ഞാൻ കാരണമാണോ ആൻറ്റി എൻ്റെ നേർക്ക് എന്താ വിരലിച്ചുകൊണ്ടത്? ഇതിനൊക്കെ കാരണക്കാരുത്തി ആരാണ്? ആ നിധിയല്ലേ, നിധി കാരണമല്ലേ ആൻറ്റി ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ വീണ്ടും പക വസുന്ധരയുടെ ഉള്ളിൽ കയറിപ്പറ്റാണ് കേട്ടോ. ശിവാനിയുടെ ആ വാക്കുകളിൽ വസുന്ധര വീണ് പോവാണ്. എന്നാൽ ഈ സമയം ഗൗതമിനെ നിധിയാണ് കാണിക്കുന്നത്. അവരിങ്ങനെ പെരുവഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ഒരു അമ്പലം കാണാൻ, ആ അമ്പലത്തിലോട്ട് ഇങ്ങനെ കയറുകയാണ്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട് വല്ലാതെ വെള്ളത്തിന് ദാഹിക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ അതാ അവിടെ ഒരു തട്ടുകടയുണ്ട്, അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കാം, വെള്ളമോ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം എന്ന് പറഞ്ഞ് അതിൻ്റെ മുന്നിലോട്ട് എത്തി. അവിടെ നിന്നും പോക്കറ്റിലോട്ട് കൈയിടുമ്പോഴാണ് തനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. ശിവാനെ തന്നെ ചൂടാക്കിയപ്പോൾ തൻ്റെ കയ്യിലുള്ള എല്ലാം അവിടെ അഴിച്ചു വെച്ച ആ ഒരു കാര്യമിട്ടോ. അപ്പോൾ ഉടൻ തന്നെ നിധി പറയാണ്, ഗൗതം ഇതൊന്നും കഴിക്കണ്ട, അമ്പലത്തിൽ വല്ല നിവേദ്യമോ അല്ലെങ്കിൽ അവിടെ വെള്ളമോ എന്തെങ്കിലും ഇരിപ്പുണ്ടാവും, നമുക്ക് അവിടെ പോയി ഇരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഗൗതമിനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഗൗതം ചോദിക്കുകയാണ്, നിധി നിനക്ക് എന്നോട് വെറുപ്പില്ലേ? എന്തിന് ഗൗതം? അല്ല, ഞാൻ വിവാഹം കഴിക്കുമ്പോൾ ഞാനൊരു കോടീശ്വരനായിരുന്നു, എന്നാൽ ഇന്ന് ഞാൻ ബിഗ് സീറോ ആണ്, വട്ടപൂജ്യമാണ്. 1 രൂപ എന്തിന് 50 പൈസ പോലും എൻ്റെ കയ്യിലില്ല. അങ്ങനത്തെ ഗൗതത്തിനെ നീ സ്വീകരിക്കുമോ? ഗൗതം, ഞാൻ നിൻ്റെ പണവും പ്രതാപവും കണ്ടല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്, നിൻ്റെ മനസ്സ് കണ്ടാണ് ഞാൻ സ്നേഹിച്ചത്, നിൻ്റെ സ്നേഹം കണ്ടാണ് സ്നേഹിച്ചത്. അത് മതി എനിക്ക് ജീവിക്കാൻ നമുക്ക് ഈശ്വരൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമോ? ഗൗതം സമാധാനപ്പെട്, ഗൗതം എല്ലാത്തിനും കഴിവുള്ളവനല്ലേ, നല്ല വിവേകവും ബുദ്ധിയും ഒക്കെ ഉള്ളവനല്ലേ. അതുകൊണ്ട് തന്നെ ഗൗതം എവിടെ പോയാലും ഈശ്വരൻ നമ്മളെ കൈവിടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എപ്പിസോഡാണ് നെക്സ്റ്റ് വരാനിരിക്കുന്നത്.